So hello guys, I am Rahul Raj. Welcome back to my channel Unboxing Joe. അപ്പോൾ ഞാൻ ഇന്നൊരു അൺബോക്സിംഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു കിട്ടില്ല അൺബോക്സിംഗ് ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനലായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതിലിപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മാക്സിമം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തിരിക്കുക. നമുക്കപ്പം വീഡിയോയിലോട്ട് പോകാം. My heart's faking now, yeah she hates me now. I made mistakes but now, I don't ever wanna be alone. I don't really ever feel at home, on my own, in the zone. That's the only way I know, feeling low, about to blow back up. Here I never let the doubt creep in, gotta pop a couple more aspirin. I don't think I'll ever let you in, easier to break it off best friends. I don't really understand myself, I don't really understand, need help. സോ ഗൈസ്, ഇതാണ് ബോട്ട്സ്. അപ്പം നിങ്ങൾ ബോട്ട്സ് ഓൾറെഡി അൺബോക്സ് ചെയ്തൊരു ബോട്ട്സ് ആണ്. അപ്പോൾ ഇത് ആമസോണിൻ്റെ. അപ്പോൾ ഇന്നലെയാണ് ഈ ബോട്ട്സ് വന്നത്. അപ്പോൾ ഇന്നലെ ഒരു രാവിലെ ഏകദേശം വന്നതാണ്. അപ്പോൾ ഇന്നലെ ഞാൻ ബക്കറ്റ് ചിക്കനെ പറ്റിയുള്ള വീഡിയോ ഇട്ടുകൊണ്ടാണ് ഇതിൻ്റെ അൺബോക്സ് ഇന്നത്തേക്ക് മാറ്റി വെച്ചത്. അപ്പോൾ ഇന്ന് നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്യാം. പ്രൊഡക്റ്റ് ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്യാം. അപ്പം ഓൾറെഡി ഇത് അൺബോക്സ്ഡ് ബോട്ട്സ് ആയതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് അൺബോക്സ് കാണുമ്പോൾ നമ്മുടെ സ്പീക്കർ ഇതാണ്, സിബ്രോണിക്സിൻ്റെ സ്പീക്കർ ഫസ്റ്റ് തന്നെ നമുക്ക് കാണാം. പിന്നീട് വരുന്നത് നമുക്കൊരു പേപ്പർ, ഇതിന് പ്രൊട്ടക്ഷനായിട്ട് വെച്ചിരിക്കുന്നൊരു പേപ്പറാണ്. അപ്പോൾ അതൊന്നും വലിയ കാര്യമൊന്നുമില്ല, ചുമ്മാ ജസ്റ്റിന് അവർ വെച്ചെന്നേ ഉള്ളൂ. പിന്നീട് ഒരു കുഴൽ ഒരു ഇത് കാണാം. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ വാൾപേപ്പറാണ്. നമ്മുടെ വോളിലൊക്കെ ഒട്ടിക്കുന്ന ഒരു പേപ്പറാണ് വാൾപേപ്പർ. അതിനാണ് നിങ്ങൾ എൻ്റെ വീഡിയോ ഫസ്റ്റ് കണ്ടു കാണും, ഇൻട്രോ പറഞ്ഞ സമയത്ത് നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ കണ്ടു കാണും വാൾപേപ്പർ. അതിന് വേണ്ടി അത് ആ ഒരു പേപ്പറിൻ്റെയാണിത്. 18 ഇത് വരുന്നത്. നമുക്കൊന്ന് ഇതങ്ങോട്ട് എടുത്താലോ. ചെറിയൊരു വെയിറ്റ് ഒക്കെ ഉണ്ട്. അപ്പം നമുക്ക് ഈ ബോട്ട്സ് ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഗൈസ്, ഇതാണ് സിബ്രോണിക്സിൻ്റെ ബോട്ട്സ്. അപ്പോൾ ഇത് അൺബോക്സ്, ഇതാണ് ഈ സ്പീക്കർ. ഈ ഡിസൈനൊക്കെ കണ്ടല്ലോ. ഇനിയിപ്പോൾ നമ്മൾ ഇത് എടുക്കണം. അതിനിപ്പോൾ നമുക്ക് ബോക്സിൻ്റെ പുറമെ കൊടുത്തിരിക്കുന്ന ഇൻഫർമേഷൻസ് ഒക്കെ എന്തൊക്കെയാണ് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ഫീച്ചേഴ്സ് കൊടുത്തേക്കുന്ന 2.0 ചാനൽ സ്പീക്കറാണ് ഇതിൽ വരുന്നത്. പാക്കേജ് കണ്ടൻറ്റ് സ്പീക്കർ തന്നെയാണ്. അത് 1 യൂണിറ്റ് ആണ് വരുന്നത്. പിന്നീട് വരുന്നത് USB പവർ അഡാപ്റ്റർ വരുന്നുണ്ട്. അതുപോലെ വോളിയം കൺട്രോൾ, RGB LED ലൈറ്റ്. ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് സ്പീക്കറിനകത്തുള്ള ലൈറ്റാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. സ്പെസിഫിക്കേഷൻ വരുന്നത് ഔട്ട്പുട്ട് പവർ 10 വാൾട്ട്, RMS 5 വാൾട്ട് × 2 വരുന്നത്. ഡ്രൈവർ സൈസ് 63.5 mm 2.5 × 2 ആണ് വരുന്നത്. ഇതിന് മെയിനായിട്ട് വരുന്നത്. ഇതിൻ്റെ ഇംപീരിഡൻസ് വരുന്നത് 3 ആംപിയർ ആണ്. ഫ്രീക്വൻസി റെസ്പോൺസ് വരുന്നത് 120 ഹെഡ്സ്, 15 kHz ആണ് വരുന്നത്. KHz ആണ് വരുന്നത്. ഫ്രീക്വൻസി SN റേഷ്യോ വരുന്നത് 60 dB. പിന്നെ 50 dB ലൈൻ ഇൻപുട്ട് വരുന്നത്. 3.5 mm ജാക്കാണ് വരുന്നത്. പ്രൊഡക്റ്റ് ഡിസൈനിങ് വരുന്നത് 76 × 107 × 152 mm W × DN × H ആണ് വരുന്നത്. പാക്കേജ് ഡയമെൻഷൻ വരുന്നതാണ്, അത് നിങ്ങളോട് പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്കിതിൻ്റെ വെയിറ്റ് വരുന്നതെന്ന് വെച്ചാൽ നെറ്റ് വെയിറ്റ് വരുന്നത് 732 ഗ്രാം ആണ് ഇതിൻ്റെ നെറ്റ് വെയിറ്റ് വരുന്നത്. വോളിയം കൺട്രോൾ, അതോടെ ആക്സ്, USB പവർ, RGB LED ലൈറ്റ് സെറ്റപ്പ്. ഇത്രയാണ് ഈ ബോട്ട്സ് പാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന ഇൻഫോർമേഷൻ. പിന്നെ കേസ് ഇതിൻ്റെ ബോട്ട്സ് കൊടുത്തിരിക്കുന്ന വില 1000 രൂപയാണ്. നമ്മുടെ ആമസോണിൽ ഏകദേശം ഇപ്പോൾ 700 സംതിങ് ആ ഒരു റേറ്റിന് നമുക്കിത് ഇപ്പോൾ കിട്ടും. ഇതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ 2.1 മൾട്ടിമീഡിയ സ്പീക്കർ സിബ്രോണിക്സ് വാരിയർ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇതിന് സിബ്രോണിക്സ് ഫോർ ലൈഫ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അവരുടെ ഒരു ഇതാണ്. അതിനകത്ത് നമ്മുടെ ഋതിക് റോഷനാണ് ഇത് പടം വന്നിരിക്കുന്നത്, ഫോട്ടോ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഈ ബോട്ട്സും കൂടെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ബോട്ട്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ജസ്റ്റ് നേരത്തെ ഓൾറെഡി അൺബോക്സ് ചെയ്തൊരു പ്രൊഡക്റ്റാണ്. പിന്നെ ഞാൻ പിന്നെ ഒന്ന് അൺബോക്സ് ചെയ്യാൻ വേണ്ടിയാണ് ഈ പ്രൊഡക്റ്റ് എല്ലാം കൂടെ എടുത്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഈ ഒറ്റക്കയിൽ ക്യാമറയിലും ഇതിരിക്കുമ്പോൾ ബോട്ട്സ് നമുക്ക് എടുത്ത് വെക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ജസ്റ്റ് ഞാൻ ക്യാമറ നോക്കിയിട്ട് ബോട്ട്സ് എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ കേസ് നമുക്ക് ഈ ബോട്ട്സിൽ നിന്ന് വെളിയെടുക്കാം. അപ്പോൾ ഞാൻ ക്യാമറ ജസ്റ്റ് ഒന്ന് താഴ്ത്തു വെച്ചു. കാര്യം നമുക്കിത് ബോട്ട്സ് സ്പീക്കർ എടുക്കാൻ നമുക്ക് പറ്റത്തില്ല. അപ്പോൾ ജസ്റ്റ് നമുക്ക് അൺബോക്സ് ചെയ്യുമ്പോൾ സ്പീക്കർ 2 എണ്ണം ഉണ്ടായതുകൊണ്ട് എടുക്കാൻ പറ്റില്ല. ഒരു പ്രൊഡക്റ്റാണെങ്കിൽ നമുക്ക് ഒറ്റ കൈ കൊണ്ട് എങ്ങനെ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ അവർ ഒരു പ്രൊട്ടക്റ്റഡ് ആയിട്ടൊരു കവർ കമ്പനിയൊക്കെ ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് ഈ കവറും കൂടെ ഒന്ന് റിമൂവ് ചെയ്തേക്കാം. ഇതാണ് അതിൻ്റെ മെയിൻ ബോട്ട്സ്. അപ്പം മെയിൻ നമ്മുടെ വോളിയൊക്കെ കൺട്രോൾഡുള്ള മെയിൻ ബോട്ട്സ് ഇതാണ്. വോളിയം കൺട്രോൾഡായിട്ട് വരുന്ന മെയിൻ ബോട്ട്സ്. സെക്കൻഡ് നമ്മുടെ രണ്ടാമത്തെ സ്പീക്കർ, ഇത് മെയിൻ അല്ല, രണ്ടാമത്തെ സ്പീക്കർ വരുന്ന ബോട്ട്സാണ്.
കേസ് ഇതാണ് നമ്മുടെ ബോട്ട്സ്. അപ്പോൾ നമ്മുടെ സിബ്രോണിക്സിൻ്റെ ബോട്ട്സ് ആണ്. ഓൾറെഡി ഇത് അൺബോക്സ് ചെയ്തു നമ്മൾ. ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്ന് വർക്ക് ചെയ്യുന്ന നോക്കാം. ഇതിൻ്റെ ലൈറ്റ് RGB എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഇതിൻ്റെ ഡിസൈൻ വൈസ് നമുക്ക് നോക്കുകയാണെങ്കിൽ നല്ലൊരു ഫിനിഷിങ്ങാണ് ബോട്ട്സിന് വന്നിരിക്കുന്നത്. നല്ലൊരു ക്വാളിറ്റിയിൽ ഫിനിഷ് ചെയ്തിരിക്കുന്ന ഒരു പ്രോഡക്റ്റാണ്. നല്ല രീതിയിൽ ഫിനിഷിങ് വന്നിട്ടുണ്ട്. ഒരു ഇതുമില്ല, നല്ല രീതിയിൽ നമുക്ക് അവർ ഫിനിഷിങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്തു നോക്കാം. അതിന് മുമ്പ് നമുക്കിതിൻ്റെ കേബിളും കാര്യങ്ങളും നോക്കാം. ഇതാണ് USB അഡാപ്റ്റർ. ഇത് നമ്മൾ ഇപ്പം ലാപ്പിൽ കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഒരു മൊബൈൽ ചാർജറിൻ്റെ ഇതുണ്ടെങ്കിൽ അത് മൊബൈൽ ചാർജറുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് പ്ലഗ് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഓൺ ആക്കാം. ഇത് നമ്മുടെ ആക്സ് കേബിളാണ്. മൊബൈലുമായിട്ട് കണക്ട് ചെയ്യുക അല്ലെങ്കിൽ ലാപ്പുമായിട്ട് കണക്ട് ചെയ്യുക, അങ്ങനെ കണക്ട് ചെയ്യാനുള്ളൊരു ആക്സ് കേബിളാണ്. നമുക്കൊന്ന് അപ്പോൾ ഗൈസ് ഇത് കണക്ട് ചെയ്യാൻ വേണ്ടി ഞാൻ റെഡ്മിയുടെ ചാർജറാണ് എടുക്കുന്നത്. ഇപ്പോൾ ഇത് 5 വോൾട്ട് 2 ആമ്പിയർ ചാർജറാണ്. അപ്പോൾ ഇത് മതി ഇത് കണക്റ്റഡ് ആക്കാൻ. അപ്പോൾ നമുക്ക് ഈ ചാർജർ വെച്ച് ഇതൊന്ന് കണക്ട് ചെയ്ത് ഓൺ ചെയ്യാം. അപ്പോൾ ഗൈസ് നമ്മൾ സ്പീക്കർ ഒന്ന് ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കണ്ടോ രണ്ടും പച്ച. അപ്പോൾ ഒരു കളർ എഫക്റ്റ് കണ്ടോ, ഇതാണ് RGB കളർ. ഇതിങ്ങനെ കളറും ചേഞ്ചായി കത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ സ്പീക്കറിൻ്റെ ഒരു പ്രത്യേകത. കണ്ടോ കളർ ചേഞ്ചായി കത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്കിത് മൊബൈലുണ്ടെങ്കിൽ ഒന്ന് കണക്ട് ചെയ്ത് കേട്ട് നോക്കാം. ജസ്റ്റ് ഞാൻ മൊബൈൽ പോയിട്ടുന്നുണ്ട്. എനിവേ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന ഈ ഒരു ചെറിയൊരു അൺബോക്സിങ്. അപ്പോൾ ഇതിനെപ്പറ്റിയുള്ള വ്യക്തമായിട്ടുള്ള ഡീറ്റെയിൽസ് ഞാൻ ഈ ഒരു രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴ്ത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം ആയിട്ടുള്ള ലിങ്ക് ഞാൻ താഴ്ത്ത് കൊടുക്കുന്നുണ്ട്. ടെലിഗ്രാം ചാനലിലെ ലിങ്ക് ഞാൻ താഴ്ത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടെ കയറി ഫോളോ ചെയ്യുക. അപ്പോൾ അടുത്ത ടെക്നോളജി വീഡിയോ കാണുന്നവരെ ബൈ.